ഹലോ ഹായ് എല്ലാവർക്കും ബ്ലെയിനോടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ജനുവരി മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ജനുവരി 13 തൊട്ട് ജനുവരി 19 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാനില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹു ഹാസ് റിട്ടൺ ദ ബുക്ക് ചേഞ്ചിങ് ഇന്ത്യ വിച്ച് കണ്ടെയ്ൻസ് ഓതേഴ്സ് സെലക്ടഡ് സ്പീച്ചസ്, ആർട്ടിക്കിൾസ് ആൻഡ് ഇൻ്റർവ്യൂസ്? The right answer is Dr. Manmohan Singh. Okay, Dr. Manmohan Singh has written the book Changing India, which contains authors' selected speeches, articles, and interviews. Dr. Manmohan Singh, അദ്ദേഹം എന്നാണ് അന്തരിച്ചത്? ഡിസംബർ 26-നാണല്ലേ. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയ മുൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ സാമ്പത്തിക വിദഗ്ധനുമാണ് ആര്? ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹം ധനമന്ത്രിയായിരുന്ന സമയത്ത്, അതായത് 1991 to 96 ആ കാലഘട്ടത്താണ് അദ്ദേഹം ധനമന്ത്രിയായിരുന്നത്. അപ്പോഴാണ് ഇന്ത്യ സോഷ്യലിസ്റ്റ് പാതയിൽ നിന്ന് സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്റെ പുതിയ പാതയിലേക്ക് ചുവടുമാറിയിട്ടുള്ളത്. 2004-ലാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റത്. 2009-ലും അധികാരത്തിൽ തിരിച്ചെത്തുകയായിരുന്നു. ഇന്ത്യയിലെ നെഹ്റുവിന് ശേഷം ഭരണത്തിൽ 5 വർഷം പൂർത്തിയാക്കി തുടർ ഭരണം നേടിയ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? അതും മൻമോഹൻ സിംഗ് തന്നെയാണ്. അപ്പം ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഭരണത്തിൽ 5 വർഷം പൂർത്തിയാക്കിയിട്ട് വീണ്ടും തുടർ ഭരണം നേടിയ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെയാണ്. 1954 കേംബ്രിഡ്ജിൽ നിന്നും ഗവേഷണം പൂർത്തിയാക്കിയ സിംഗ് റിസർവ് ബാങ്ക് ഗവർണർ, മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്, ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ തുടങ്ങിയ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. 1998 രാജ്യസഭാ പ്രതിപക്ഷ നേതാവായ അദ്ദേഹം 6 തവണയാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഡിസംബർ 25 തന്നെ അന്തരിച്ച ഇതിഹാസ സാഹിത്യകാരൻ ആരാണ്? മലയാളത്തിന്റെ ഇതിഹാസ സാഹിത്യകാരൻ ആരാണ്? MT വാസുദേവൻ നായരാണ് അല്ലെ. അദ്ദേഹം ഡിസംബർ 25 തന്നെയാണ് അന്തരിച്ചത്. മൻമോഹൻ സിംഗ് ഡിസംബർ 26 അല്ലേ. അപ്പോൾ നമ്മുടെ അക്ഷയ സൂര്യൻ അല്ലെങ്കിൽ ഇതിഹാസ സാഹിത്യകാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? നോവൽ, ചെറുകഥ, തിരക്കഥ, നാടകം, ബാലസാഹിത്യം, യാത്രാ വിവരണം, ലേഖനം, പത്രാധിപർ തുടങ്ങിയ എഴുത്തിൻ്റെ എല്ലാ മേഖലകളിലും മുദ്ര പതിപ്പിച്ച സാഹിത്യകാരനാണ് MT. മലയാള സിനിമയിലെ ക്ലാസിക് എന്ന് വിശേഷിപ്പെടുന്ന നിർമ്മാല്യം ഉൾപ്പെടെ 6 സിനിമകളും 2 ഡോക്യുമെൻ്ററികളും സംവിധാനം ചെയ്തിട്ടുള്ള MT 4 തവണ ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? 4 തവണയാണല്ലോ. ഏതൊക്കെയാണ്? ഒരു വടക്കൻ വീരഗാഥ, കടവ്, സതയം, പരിണയം തുടങ്ങിയ സിനിമകൾക്കാണ് തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം MT വാസുദേവൻ നായരിന് ലഭിച്ചിട്ടുള്ളത്. 60-ലേറെ സിനിമകൾക്കും തിരക്കഥയൊരുക്കിയ MT 11 തവണ മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡും നേടിയിട്ടുണ്ട്. രണ്ടാം മൂഴം, നാലുകെട്ട്, മഞ്ഞ്, കാലം, പാതിരാവും പകൽ വെളിച്ചവും, അസുരവിത്ത്, വാരണാസി തുടങ്ങി 9 നോവലുകൾ രചയിതാവാണ്. 2005 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം ഉൾപ്പെടെയുള്ള ബഹുമതിക്ക് അർഹനാണ്. 1995 MTക്ക് ജ്ഞാനപീഠം ലഭിച്ചത്. 2022 സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള കേരള ജ്യോതി പുരസ്കാരത്തിനും അർഹനായിട്ടുണ്ട്. 1933 ജൂലൈ 15 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് മാടത്ത് തെക്കേപ്പാടത്ത് വാസുദേവൻ നായർ എന്ന MTയുടെ ജനനം. ഓക്കെ, MT വാസുദേവൻ നായർ അല്ലെ. എന്താണ്? മാടത്ത് തെക്കേപ്പാടത്ത് വാസുദേവൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവനായിട്ടുള്ള പേര് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് പാലക്കാട് ജില്ലയിലാണ്. 1933 ജൂലൈ 15-നാണ്. അടുത്ത ചോദ്യമാണ്, രണ്ടാമത്തെ ചോദ്യം: ഹു ഹാസ് ബീൻ നെയ്മഡ് ദ ന്യൂ ഗവർണർ ഓഫ് കേരള അല്ലെ. കേരളത്തിലെ പുതിയ ഗവർണർ ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അല്ലെ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഹാസ് ബീൻ നെയ്മഡ് ദ ന്യൂ ഗവർണർ ഓഫ് കേരള. അദ്ദേഹം ബീഹാർ ഗവർണർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹത്തെ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അല്ലെ, 70 വയസ്സാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തെ കേരള ഗവർണറായിട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഡിസംബർ 24-നാണ് നിയമിച്ചത്. നിലവിലെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗോവയിൽ BJPയുടെ നേതാവായി തിളങ്ങിയ ശേഷമാണ് അർലേക്കർ ഗവർണർ പദവിയിലെത്തിയത്. മണിപ്പൂർ ഗവർണറായി മുൻ ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ലയാണ് നിയമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒഡീഷയുടെ ഗവർണറായിട്ട് ഹരിബാബു കമ്പട്ടിയെയും മിസോറാം ഗവർണറായിട്ട് ഡോക്ടർ VK സിംഗിനെയും നിയമിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യമാണ്, മൂന്നാമത്തെ ചോദ്യമാണ്: ഹു ഈസ് ദ ചെയർമാൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അല്ലെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് എന്നാണ് ചോദ്യം. ഹു ഈസ് ദ ചെയർമാൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ? V രാമസുബ്രഹ്മണ്യൻ അല്ലെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട്
സുപ്രീം കോടതി മുൻ ജഡ്ജിയായിരുന്നു ആര്? വി രാമസുബ്രഹ്മണ്യനെ ആരാണ് നിയമിച്ചത്? രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമു എന്നാണ് നിയമിച്ചത്? ഡിസംബർ 23 നിയമിച്ചു. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള അരുൺ മിശ്രയുടെ പിൻഗാമിയായാണ് രാമസുബ്രഹ്മണ്യൻ NHRC അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്നത്. NHRC എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്നത്. അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്. അതുപോലെ തന്നെ മുൻ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. 3 വർഷമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷന്റെ നിയമന കാലാവധി എന്ന് പറയുന്നത് കേട്ടോ. 4ാമത്തെ ചോദ്യം, ഹൂ ഹോൾഡ്സ് റെക്കോർഡ് ഫോർ ദ ലോങ്സ്റ്റ് ടൈം സ്പെൻഡ് ബൈ വുമൻ ഇൻ സ്പേസ്? അതായത് ബഹിരാകാശത്ത് അടുപ്പിച്ച് ഏറ്റവും അധികം നാൾ കഴിഞ്ഞ വനിത എന്ന റെക്കോർഡ് നേടിയത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ് അല്ലേ. ജൂൺ 5 8 ദിവസത്തെ ഗവേഷണ പരിപാടികൾക്കായാണ് സുനിതയും സഹയാത്രികൻ ബുച്ച് വിൽമോറും ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ പേടകത്തിൽ ISS എത്തുന്നത്. പക്ഷെ പേടകത്തിന്റെ സാങ്കേതിക തകരാർ മൂലം ബഹിരാകാശവാസം അനന്തമായി നീണ്ടുപോയിരിക്കുകയാണ്. ഡിസംബർ 5 നമ്മൾ പറഞ്ഞല്ലോ, ജൂൺ 5 അവിടെ എത്തിയത്. ഡിസംബർ 5 ആയപ്പോൾ എത്ര 6 മാസമായിട്ട് സുനിത വില്യംസ് എവിടെയാണ്? രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലാണ്. ഇതിനു മുൻപ് 2 തവണയായിട്ട് 321 ദിവസം സ്പേസ് സ്റ്റേഷനിൽ കഴിഞ്ഞിട്ടുള്ള ആളാണ് സുനിത അല്ലേ. കൽപ്പന ചൗളയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന 2ാമത്തെ ഇന്ത്യൻ വംശജ എന്ന ഖ്യാതിയുള്ള സുനിതയുടെ പേരിൽ സ്പേസ് സ്റ്റേഷന് പുറത്തിറങ്ങി 50 മണിക്കൂറും 40 മിനിറ്റും ബഹിരാകാശ നടത്തം നടത്തിയെന്ന റെക്കോർഡുമുണ്ട്. ബഹിരാകാശ നിലയത്തിൽ നിന്ന് ലണ്ടൻ ഒളിമ്പിക്സ് കണ്ടും ഇത്തവണ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബഹിരാകാശ നിലയത്തിൽ നിന്നും വോട്ട് ചെയ്തുമെല്ലാം വാർത്തകൾ നിറഞ്ഞ സുനിത വില്യംസ് 2007 ഏപ്രിൽ 16 ആദ്യമായിട്ട് ബഹിരാകാശത്ത് മാരത്തൺ ഓടിയും നാഴികല്ല് സൃഷ്ടിച്ചിട്ടുണ്ട്. ഗുജറാത്തിൽ നിന്ന് US കുടിയേറിയ ഡോക്ടർ ദീപക് പാണ്ഡെയുടെയും സ്ലോവേനിയൻ വംശജയായിട്ടുള്ള ബോബിയുടെയും മകളായിട്ട് 1965 സെപ്റ്റംബർ 19 ഒഹോയിലാണ് സുനിതയുടെ ജനനം എന്ന് പറയുന്നത്. ഹൈസ്കൂളിലെ പഠനത്തിന് ശേഷം US നേവൽ അക്കാദമിയിൽ നിന്നും ബിരുദം പൂർത്തിയാക്കിയിരുന്നു. വെറ്റിനറി ഡോക്ടർ ആകണമെന്നായിരുന്നു സുനിത വില്യംസിന്റെ മോഹം. എന്നാൽ മോഹം മാറ്റിവെച്ചിട്ട് നേവൽ അക്കാദമിയിൽ ചേർന്ന സുനിത ഇറാഖ് കുവൈത്ത് യുദ്ധകാലത്ത് ഹെലികോപ്റ്റർ പൈലറ്റായിട്ടും ജോലി ചെയ്തിട്ടുണ്ട്. 30 വ്യത്യസ്ത തരം വിമാനങ്ങളിൽ 3000-ലധികം മണിക്കൂറോളം പറന്നാണ് കമാൻഡർ സുനിത വില്യംസ് നാവികസേന വിട്ട് നാസയിലെത്തിയത്. ആദ്യ ബഹിരാകാശ യാത്ര 2006 ഡിസംബർ 9 ഡിസ്കവർ എന്ന ബഹിരാകാശ പേടകത്തിലായിരുന്നു സുനിതയുടെ ആദ്യ ബഹിരാകാശ യാത്ര എന്ന് പറയുന്നത്. നാവിക അക്കാദമിയിൽ തന്നെയുള്ള മൈക്കിൾ വില്യംസ് ആണ് സുനിതയുടെ ജീവിത പങ്കാളി. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, ഹൂ ഈസ് ദ പ്രസിഡന്റ് ഓഫ് ജോർജിയ? ജോർജിയയിലെ പുതിയ പ്രസിഡന്റ് ആരാണെന്നാണ് ചോദ്യം. മുൻ ഫുട്ബോൾ താരമാണ്. ആരാണ്? മിഖായേൽ കവലാഷ്വിലി. 53 വയസ്സാണ്. അപ്പോൾ ജോർജിയയുടെ പുതിയ പ്രസിഡന്റ് മിഖായേലാണ്. മാഞ്ചസ്റ്റർ സിറ്റി ഫുട്ബോൾ ടീമിന്റെ സ്ട്രൈക്കർ ആയിരുന്നു. 2016 മുതലാണ് അദ്ദേഹം പാർലമെന്റ് അംഗമാകുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 26 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ 300 അംഗ പാർലമെന്റിൽ കവലാഷ്വിയുടെ തീവ്ര വലതുപക്ഷ ജോർജിയൻ ഡ്രീം പാർട്ടി ഭൂരിപക്ഷം നേടിയിരുന്നു. പാർട്ടിയുടെ പേരെന്താണ്? ജോർജിയൻ ഡ്രീം എന്നാണ്. റഷ്യയെ അനുകൂലിക്കുകയും യൂറോപ്യൻ യൂണിയനെ എതിർക്കുകയും ചെയ്യുന്ന പീപ്പിൾസ് പവർ സഖ്യത്തിന്റെ ഭാഗമാണ് ജോർജിയൻ ഡ്രീം എന്നുള്ള പാർട്ടി. തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച പ്രതിപക്ഷം ഡ്രീം പാർട്ടിയുടെ വിജയം ഇപ്പോഴും അവിടെ അംഗീകരിച്ചിട്ടില്ല. റഷ്യയുടെ പിന്തുണയോടെ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നെന്നാണ് അവർ ആരോപിക്കുന്നത് കേട്ടോ. ഈ ജോർജിയ എന്ന് പറയുമ്പോൾ MBBS പഠനം നടത്തുന്ന മലയാളി വിദ്യാർത്ഥികൾ ഏറെയുള്ള രാജ്യമാണ് ജോർജിയ എന്ന് പറയുന്നത്. എന്നാൽ ജോർജിയയിൽ ഏതാനും മാസങ്ങളായിട്ട് സംഘർഷഭരിതമാണ്. എന്താണ് കാരണം? രാജ്യം റഷ്യയുടെ കൂടെയാണോ അതോ യൂറോപ്പിന്റെ കൂടെയാണോ എന്നതാണ് അവിടുത്തെ പ്രധാന വിവാദ വിഷയം എന്ന് പറയുന്നത്. റഷ്യയുമായി അടുക്കണമെന്ന് മുൻ സോവിയറ്റ് റിപ്പബ്ലിക് കൂടിയായിട്ടുള്ള ജോർജിയയിലെ സർക്കാർ ആഗ്രഹിക്കുമ്പോൾ അത് പറ്റില്ലെന്നും യൂറോപ്യൻ യൂണിയനിൽ ചേരുകയാണ് വേണ്ടതെന്നും വാദിക്കുന്നവരാണ് ജനങ്ങളിൽ ഭൂരിഭാഗവുമുള്ളത്. ശോഭനമായ ഭാവി യൂറോപ്പിലാണെന്നും അത് സർക്കാർ അട്ടിമറിക്കുകയാണെന്നും ആരോപിച്ച് യുവാക്കൾക്ക് മുൻതൂക്കമുള്ള പ്രക്ഷോഭകർ തെരുവിൽ സുരക്ഷാ സേനയുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. ഇതാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. 6ാമത്തെ ചോദ്യം, ഇൻ ഹൂസ് ഹോണർ ഈസ് ഗുഡ് ഗവേണൻസ് ഡേ സെലിബ്രേറ്റഡ്? ആരുടെ ബഹുമാനാർത്ഥമാണ് സദ്ഭരണ ദിനം ആഘോഷിക്കുന്നത് എന്നാണ് ചോദ്യം. ആരുടെയാണ്? അടൽ ബിഹാരി വാജ്പേയി. ഓക്കെ, ഇൻ ഹൂസ് ഹോണർ ഈസ് ഗുഡ് ഗവേണൻസ് ഡേ സെലിബ്രേറ്റഡ്? അടൽ ബിഹാരി വാജ്പേയി. എന്നാണ് ഗുഡ് ഗവേണൻസ് ഡേ? എന്നാണ് ഗുഡ് ഗവേണൻസ് ഡേ? എന്നാണ് ഡിസംബർ 25 അല്ലേ ഗുഡ് ഗവേണൻസ് ഡേ എന്ന് പറയുന്നത്.
ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആര് തന്നെയാണ്? അടൽ ബിഹാരി വാജ്പേയി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥമാണ് ഗുഡ് ഗവേണൻസ് ഡേ ആചരിക്കുന്നത് അല്ലേ. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. 1924 ഡിസംബർ 25-നാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ ഡിസംബർ 25-ന് തന്നെയാണ് എന്ത് ഗുഡ് ഗവേണൻസ് ഡേ എന്ന് പറയുന്നത്. രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും കോൺഗ്രസ് അംഗത്വമില്ലാതിരുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? അടൽ ബിഹാരി വാജ്പേയി. ഒന്നിൽ കൂടുതൽ തവണ അധികാരത്തിലെത്തിയ ഏക കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ്. ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയും ആര് തന്നെയാണ്? അടൽ ബിഹാരി വാജ്പേയി തന്നെയാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഹിന്ദിയിൽ പ്രസംഗിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. 1998 ഇന്ത്യയുടെ 2ാം ആണവ പരീക്ഷണം നടക്കുമ്പോഴുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. കാർഗിൽ യുദ്ധസമയം, അതായത് കാർഗിൽ യുദ്ധം നടന്ന എപ്പോഴാണ്? 1999 അപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. 2001 പാർലമെന്റ് ആക്രമണം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആര് തന്നെയായിരുന്നു? അടൽ ബിഹാരി വാജ്പേയി തന്നെയായിരുന്നു. 2014 ഭാരതരത്നം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. വാജ്പേയിയുടെ ജന്മദിനമായിട്ടുള്ള ഡിസംബർ 25-ന് എന്താണ് പ്രത്യേകത? ഇന്ത്യയിൽ സദ്ഭരണ ദിനമായിട്ടാണ് ആചരിക്കുന്നത് അല്ലേ. അദ്ദേഹം അന്തരിച്ചത് 2018 ഓഗസ്റ്റ് 16-നാണ്. രാഷ്ട്രീയ സ്മൃതി സ്ഥലമാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം. ഇൻ വിച്ച് സ്റ്റേറ്റ് ഹാസ് മഹാഭാരത വടിക ഫോർ ഫോറസ്റ്റ് കൺസർവേഷൻ ബീൻ സെറ്റപ്പ്? അതായത് ഏത് സ്റ്റേറ്റിലാണ് മഹാഭാരത വടിക ഫോർ ഫോറസ്റ്റ് കൺസർവേഷൻ ഏത് സ്റ്റേറ്റിലാണ്, ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദ്യം. ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. മഹാഭാരത ഇതിഹാസത്തിൽ പരാമർശിച്ചിരിക്കുന്ന സസ്യങ്ങളെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലുള്ള ഒരു എത്നോ ബൊട്ടാണിക്കൽ ഗാർഡനാണ് മഹാഭാരത വതിക എന്ന് പറയുന്നത്. പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യൻ പുരാണങ്ങളുമായി ആളുകളെ ബന്ധിപ്പിക്കുന്നതിനുമായിട്ടാണ് ഉത്തരാഖണ്ഡ് വനം വകുപ്പിന്റെ ഒരു സംരംഭമായിട്ട് ഈ ഉദ്യാനം അവിടെ അവർ ചെയ്തിരിക്കുന്നത്. മഹാഭാരതത്തിലെ 18 വിഭാഗങ്ങളിൽ നിന്നുള്ള 37 ഇനം സസ്യങ്ങളാണ് ഈ ഉദ്യാനത്തിലുള്ളത്. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അല്ലെ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. ഉത്തർപ്രദേശ് വിഭജിച്ച് നിലവിൽ വന്ന സംസ്ഥാനമാണ് അല്ലെ ഉത്തരാഖണ്ഡ്. മണിയോർഡർ സമ്പദ് വ്യവസ്ഥ നിലവിലുള്ള സംസ്ഥാനമാണ്. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. നിലവിൽ വന്ന വർഷം 2000 നവംബർ 9-നാണ്. തലസ്ഥാനം ഡെറാഡൂൺ ആണ്. ഇന്ത്യയുടെ വിദ്യാലയ തലസ്ഥാനമാണ് ഡെറാഡൂൺ എന്ന് പറയുന്നത് കേട്ടോ. സംസ്ഥാന മൃഗം കസ്തൂരിമാനാണ്. സംസ്ഥാന പക്ഷി ഹിമാലയൻ മൊണാലാണ്. സംസ്ഥാന പുഷ്പം ബ്രഹ്മകമലാണ്. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. വിവദ് സെ വിശ്വാസ് സ്കീം ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സെക്ടർ? വിവദ് സെ വിശ്വാസ് സ്കീം ഏത് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദ്യം. ഏത് സെക്ടറാണ്? റൈറ്റ് ആൻസർ ഈസ് ടാക്സേഷൻ. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. വെർ വാസ് ഇന്ത്യാസ് ഫസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ് ഇനാഗ്രേറ്റഡ്? ഇന്ത്യയുടെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് അല്ലെ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. എവിടെയാണ്? കന്യാകുമാരിയിലാണ്. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. കന്യാകുമാരി എന്ന് പറയുമ്പോൾ അലക്സാൻഡ്രിയ ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? കന്യാകുമാരിയാണ് അല്ലെ. ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റമാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ ജില്ലയാണ് കന്യാകുമാരി. അതുപോലെ തന്നെ ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? കന്യാകുമാരിയിൽ തന്നെയാണ്. വിവേകാനന്ദ പാറ, തിരുവള്ളൂർ പ്രതിമ എന്നിവ സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ്? കന്യാകുമാരിയിൽ തന്നെയാണ്. തമിഴ്നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26-നാണ്. തലസ്ഥാനം ചെന്നൈയാണ്. സംസ്ഥാന മൃഗം വരയാടാണ്. സംസ്ഥാന പക്ഷി മരതകപ്രാവാണ്. സംസ്ഥാന പുഷ്പം എന്താണ്? കന്താൾ, ഗ്ലോറിയോസ ലില്ലി. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ എവിടെയാണ്? തമിഴ്നാട്ടിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രാദേശിക പാർട്ടികളുടെ കോട്ട എന്നറിയപ്പെടുന്ന സംസ്ഥാനവും തമിഴ്നാട് തന്നെയാണ്. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനവും ഏത് തന്നെയാണ്? തമിഴ്നാട് തന്നെയാണ് അല്ലേ. കമുതി സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും ഏത് തന്നെയാണ്? തമിഴ്നാട് തന്നെയാണ്. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം. വിച്ച് സ്റ്റേറ്റ് വോൺ ദ സന്തോഷ് ട്രോഫി നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ റീസെൻ്റ്ലി? അല്ലെ, സന്തോഷ് ട്രോഫി നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? വെസ്റ്റ് ബംഗാളാണ് അല്ലേ. വെസ്റ്റ് ബംഗാൾ വോൺ ദ സന്തോഷ് ട്രോഫി നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ.
അപ്പോൾ 78ാമത് സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളത്തെ കീഴടക്കിയിട്ടാണ് വീണ്ടും കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത് അല്ലെ വെസ്റ്റ് ബംഗാൾ. ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഗോളിനാണ് ബംഗാളിൻ്റെ വിജയം എന്ന് പറയുന്നത്. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇഞ്ചുറി ടൈമിലാണ് ബംഗാളിൻ്റെ ഗോൾ. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിട്ടുള്ള റോബി ഹെൻറിയുടെ വകയായിരുന്നു ബംഗാളിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. നിശ്ചിത സമയത്തിന് ശേഷം 6 മിനിറ്റ് ആയിരുന്നു ഇഞ്ചുറി ടൈം. 94-ാം മിനിറ്റിലായിരുന്നു കേരളത്തിൻ്റെ ഹൃദയം തകർത്തുള്ള ആ ഗോൾ നടന്നത്. ഹൈദരാബാദ് ഗച്ചിബൗളി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം നടന്നിരുന്നത്. സന്തോഷ് ട്രോഫിയിൽ 47ാം ഫൈനൽ കളിച്ച ബംഗാളിൻ്റെ 33ാം കിരീട നേട്ടമാണിത്. 16ാം ഫൈനൽ കളിച്ച കേരളം 9ാം തവണയാണ് ഫൈനലിൽ കാലിടറി വീഴുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ജനുവരി മാസത്തിലെ 2ാമത്തെ ആഴ്ചയിലെ കാര്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തെടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.